സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാന്റെ ദശാവതാരം സീരീസിലെ ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമ അവതാരത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും രാമായണ കഥ അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയുമായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ രാമായണ കഥ വിവരിക്കാനല്ല പോകുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമ അവതാരം എടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്, ഓരോരോ കാരണഭൂതന്മാര് ഉണ്ട്. അപ്പോൾ ഈ കാരണഭൂതന്മാർ ആരൊക്കെയാണെന്നും ഈ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ഇതാണ് ഭഗവാന്റെ 6 അവതാരങ്ങൾ വരെ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ ഒന്ന് പോയിട്ട് കാണുക. ഇന്ന് ശ്രീരാമ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ശ്രീരാമനായി ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയാണ് സീതാദേവിയായി വരുന്നതും മാത്രമല്ല ശേഷനാഗമായ അനന്തനാണ് ലക്ഷ്മണ സ്വാമിയായി വരുന്നതും ശംഖുചക്രമായ ഭഗവാന്റെ ആയുധങ്ങളാണ് ഭരത ശത്രുഘ്നന്മാരായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നതും. ഭഗവാൻ ശ്രീരാമ അവതാരം എടുക്കാൻ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഒരു കഥയാണ്. ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഭഗവാന്റെ അതായത് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനത്കുമാരന്മാര് ഒരിക്കല് വൈകുണ്ഠത്തില് ഭഗവാനെ ദർശിക്കാനായിട്ട്, അതായത് മഹാവിഷ്ണുവിനെ ദർശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ തടുക്കുകയാണ്. അപ്പോൾ കോപം കൊണ്ട് ഈ സനത്കുമാരന്മാര് ജയവിജയന്മാരെ ശപിക്കുന്നുണ്ട്. എന്താണ് ആ ശാപം? ഇനി വരും ജന്മങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ദൈത്യന്മാരായിട്ട്, അതായത് അസുരന്മാരായിട്ട് ജനിക്കുമെന്നും മാത്രമല്ല ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കരങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ മൃത്യു എന്നും. ഈ ശാപം കാരണം കൊണ്ടാണ് ജയവിജയന്മാര് അടുത്ത ജന്മത്തിൽ തന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുവുമായി ജനിക്കുന്നത്. അങ്ങനെ ഇവരെ വധിക്കാനായിട്ടാണ് ഭഗവാൻ നാരായണൻ വരാഹമൂർത്തി അവതാരവും നരസിംഹ അവതാരവും എടുക്കുന്നത്. അതിനുശേഷം അടുത്ത ജന്മം ഈ ജയവിജയന്മാര് രാവണനും കുംഭകർണനുമായി ജനിക്കുന്നുണ്ട്. അങ്ങനെ രാമാവതാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ രാവണ വധമാണ്. അതായത് രാവണന്റെ ദുഷ്കർമ്മങ്ങള് അതിഭയങ്കരമായിട്ട് ഈ ഭൂമിയെ നടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ രാവണനെ വധിക്കാനായിട്ടാണ് ശ്രീരാമ അവതാരം എടുക്കുന്നത്. രാവണനെ വധിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായിട്ടാണ് ശ്രീരാമ അവതാരം എടുക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമ അവതാരം എടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ എല്ലാ അത്ഭുത ശക്തിയെയും ത്യജിച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ശ്രീരാമ അവതാരം എടുക്കുന്നത്. അതായത് ഒരു ഉത്തമ പുരുഷൻ. അതുകൊണ്ടാണ് ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്നുള്ള രീതിയെക്കാട്ടിലും ഉപരി മര്യാദ പുരുഷോത്തമനായിട്ടാണ് രാമാവതാരത്തിലെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. ഒരു നല്ല പുത്രൻ, ഒരു നല്ല രാജാവ്, ഒരു നല്ല ഭർത്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ശ്രീരാമചന്ദ്രന്റെ കഥാപാത്രത്തെ രാമായണത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി ശ്രീരാമ അവതാരത്തിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാവണന് ബ്രഹ്മദേവനിൽ നിന്ന് അതിഘോരമായിട്ടുള്ളൊരു വരം ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ സൃഷ്ടിയായ അസുരന്മാരും ദേവന്മാരും യക്ഷന്മാരും കിങ്കരന്മാരും ആരും തന്നെ രാവണനെ വധിക്കാൻ പാടില്ല എന്ന്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ധാരണയുണ്ടായിരുന്നു, മനുഷ്യന്മാരെന്ന് പറയുന്നത് കേവലം ഒരു സാധാരണക്കാരാണ്. അതുകൊണ്ട് രാവണനെ പോലെ എല്ലാ ആയോധന കലകളിലും പ്രാവീണ്യം നേടിയ, എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളിലൊക്കെ പ്രാവീണ്യം നേടിയ ഒരാളെ ഒരു കേവലം മനുഷ്യന് വധിക്കാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരം പ്രാപ്തമാക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാർ എന്നുള്ളൊരു വിഭാഗത്തെ അദ്ദേഹം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവണ നിഗ്രഹണത്തിനായിട്ടാണ് മനുഷ്യാവതാരം തന്നെ ശ്രീരാമനായിട്ട് ജനിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് മനുഷ്യരൂപത്തിൽ തന്നെ തന്റെ എല്ലാ ശക്തികളും ത്യജിച്ച് മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നത്. ഇനി രാമാവതാരത്തിന്റെ അടുത്ത ഒരു നിമിത്തം എന്ന് പറയുന്നത് രാവണന് കിട്ടിയ ഒരു ശാപവുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ രാവണൻ സ്വർഗലോകം പിടിച്ചടക്കാനുള്ള യാത്രയിൽ ഒരു വനത്തിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു രംഭ, അപ്സരസുമാരുടെ വലിയൊരു രാജ്ഞി തന്നെയായിരുന്നു രംഭ. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന അതീവ സുന്ദരിയായ ഒരു അപ്സരസായിരുന്നു രംഭ. രംഭ ഒരു നദിയിൽ നീരാടുന്നത് കണ്ടു. രംഭയുടെ സൗന്ദര്യത്തിൽ വളരെയധികം മയങ്ങിപ്പോയ രാവണന് രംഭയുമായിട്ട് ഒരു ശാരീരിക ബന്ധം വെക്കണമെന്നുള്ള താല്പര്യം തോന്നി. അങ്ങനെ
അങ്ങനെ ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഭയെ സമീപിക്കുന്നുണ്ട്. പക്ഷെ രംഭ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മെ ഈ ഒരു കണ്ണുകൊണ്ട് കാണരുത് എന്ന് മാത്രമല്ല, അങ്ങ് നമുക്ക് മാതുലന് തുല്യമാണ്. കാരണം എന്റെ ഭർത്താവ് നളകുബേരനാണ്, നളകുബേരന്റെ അച്ഛനാണ് കുബേരൻ, കുബേരൻ അങ്ങയുടെ സഹോദരനാണ് എന്ന്. അപ്പൊ ഇത് പറഞ്ഞിട്ട് പോലും രംഭയെ രാവണൻ വെറുതെ വിടുന്നില്ല. അങ്ങനെ അപ്സരസായ രംഭയെ അവരുടെ സമ്മതം കൂടാതെ തന്നെ അതിഭീകരമായി ബലാത്കാരപ്പെടുത്തുകയാണ് രാവണൻ. അങ്ങനെ വിഷമം സഹിക്കാൻ വയ്യാതെ രംഭ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ഭർത്താവായിട്ടുള്ള നളകുബേരൻ അടുത്ത് പറയുകയാണ്. അങ്ങനെ നളകുബേരൻ ഈ രാവണനെ ശപിക്കുകയാണ്. എന്താണ് ആ ശാപം? ഒരു സ്ത്രീ മൂലമായിരിക്കും നിന്റെ മരണമെന്നും ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ നീ ഭസ്മമായി പോകും എന്നായിരുന്നു നളകുബേരന്റെ ശാപം. അതുകൊണ്ടാണ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നിട്ട് പോലും സീതയെ ഒന്ന് സ്പർശിക്കാൻ പോലും രാവണന് സാധിച്ചിട്ടില്ല. ഈ ഒരു ശാപം അദ്ദേഹത്തിന് വളരെ തീവ്രമായി തന്നെ വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല സീത കാരണം കൊണ്ട് മാത്രമാണ് രാവണന്റെ മരണവും സംഭവിക്കുന്നത്. അങ്ങനെ സീത കാരണം കൊണ്ട് മരണം സംഭവിക്കണമെങ്കിൽ സീതയുടെ പതിയാവാൻ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ ജന്മം എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാരണവും ഈ ഒരു ശാപവും ശ്രീരാമചന്ദ്രന്റെ ജന്മത്തിന് ഏറ്റവും വലിയ കാരണമാകുന്നത്. ഇനി ശ്രീരാമ അവതാരത്തിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭക്തയായ വൃന്ദാദേവിയിൽ നിന്ന് കിട്ടിയ ശാപമാണ് ഇത്. ശിവാംശത്തിലൂടെ ഉണ്ടായ ഒരു ഭീകരനായ അസുരനായിരുന്നു ജലന്ധരൻ. ജലന്ധരന്റെ പത്നിയായിരുന്നു വൃന്ദ. ജലന്ധരന് ഒരിക്കൽ പാർവതി ദേവിയെ കാണുമ്പോൾ പാർവതി ദേവിയെ സ്വന്തമാക്കണമെന്ന് വളരെ വലിയൊരു ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ ഭഗവാൻ മഹാദേവനുമായിട്ട് ഒരു ഘോര യുദ്ധം തന്നെ അദ്ദേഹം നടത്തുകയാണ്. പക്ഷെ ഇവിടെ ജലന്ധരന്റെ പത്നിയായ വൃന്ദ അതിതീവ്രമായ പാതിവൃത്യം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ഭക്തിയിലും അവരുടെ പാതിവൃത്യത്തിന്റെയും ശക്തി ജലന്ധരന് ഏറ്റവും വലിയൊരു സഹായവും ഏറ്റവും വലിയൊരു സംരക്ഷണവും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാദേവന് ജലന്ധരനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് എല്ലാ ദേവന്മാരും മനസ്സിലാക്കുകയാണ് ജലന്ധരനെ സംരക്ഷിക്കുന്നത് ജലന്ധരന്റെ ഭാര്യയായ വൃന്ദയുടെ പാതിവൃത്യ ശക്തി തന്നെയാണ് എന്ന്. അങ്ങനെ ദേവന്മാരെല്ലാവരും ചേർന്ന് ഇതിനൊരു ഉപായം തേടി ഭഗവാൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു. ഭഗവാൻ മഹാവിഷ്ണു അങ്ങനെ ഇതിനൊരു വലിയ ഉപായം കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം ജലന്ധരന്റെ രൂപം പ്രാപിച്ച് വൃന്ദാദേവിയുടെ സമീപമായി പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ വൃന്ദാദേവി ആവട്ടെ തന്റെ പതിയുടെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ മഹാവിഷ്ണു ജലന്ധരന്റെ രൂപത്തിൽ വൃന്ദാദേവിയുടെ മുന്നിൽ വരുമ്പോൾ തന്റെ പതിയെ കാണുന്നതിന്റെ സന്തോഷത്തിൽ ദേവി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തിലകം ചാർത്തുന്നുണ്ട്. അങ്ങനെ മറ്റൊരു പുരുഷനെ സ്പർശിക്കുന്നതിലൂടെ വൃന്ദാദേവിയുടെ ആ ഒരു പാതിവൃത്യ ശക്തി എന്ന് പറയുന്നത് അവിടെ നഷ്ടമായി പോവുകയാണ്. അങ്ങനെ ജലന്ധരന്റെ രൂപം പ്രാപിച്ച മഹാവിഷ്ണുവിനെ ദേവി സ്പർശിക്കുന്നത് ആ മാത്രയിൽ തന്നെ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. ഇത് കാണുന്ന വൃന്ദാദേവിക്ക് വളരെയധികം വിഷമമാവുകയാണ്. അതായത് താൻ അത്രയും നാൾ കൊണ്ടു നടന്ന പാതിവൃത്യത്തിന്റെ ആ ഒരു ശക്തിയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്ന് സ്വയം മനസ്സിലാക്കുകയാണ് വൃന്ദാദേവി. ആ ക്ഷണം തന്നെ തന്റെ ആരാധ്യ ദേവനായ മഹാവിഷ്ണുവിനെ ശപിക്കുന്നുമുണ്ട്. അതായത് ഒരു തെറ്റും ചെയ്യാതെയാണ് വൃന്ദാദേവിയുടെ പാതിവൃത്യത്തെ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടതും മാത്രമല്ല വൃന്ദാദേവിയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടു പോയതും. അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകട്ടെ എന്നതായിരുന്നു ശാപം. അതുകൊണ്ടാണ് ശ്രീരാമ അവതാരത്തിൽ സീതാമാതാവ് അത്രയും പതിവൃതയായിട്ട് പോലും അഗ്നിപരീക്ഷ നേരിട്ടിട്ട് പോലും സീതാദേവിയുടെ ആ പാതിവൃത്യത്തിൽ വളരെ വലിയൊരു ചോദ്യം ചെയ്യൽ അയോധ്യയിലെ ജനവാസികൾ നടത്തിയത്. പിന്നെ താടകവധം, സീതാ സ്വയംവരം, അഹല്യാമോക്ഷം, അതുപോലെ തന്നെ ശബരി മോക്ഷം, പിന്നെ ഹനുമാൻ സ്വാമിയെ കാണുന്ന അതായത് ഹനുമാൻ സ്വാമിയുടെ നാഥനാവുന്ന അതായത് ഭഗവാനാവുന്ന ആ ഒരു ഭാഗം, ഇതൊക്കെയാണ് രാമാവതാരത്തിന്റെ മറ്റു ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ശ്രീരാമസ്വാമിയും ആഞ്ജനേയ സ്വാമിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും മഹത്കരമായിട്ടും ഏറ്റവും മഹനീയമായിട്ടും ഭക്തിയെ എങ്ങനെ വിവരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാവണം ഭക്തി എന്ന് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. അതായത് ആഞ്ജനേയ സ്വാമിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് അത്രയും ഒരു സറണ്ടറിങ് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഉള്ളത്. അതായത് ഭക്തിക്ക് പല ഭാവമുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ അതിലെ ആ ഏത് ഭാവത്തിലായാലും ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുക ഭഗവാന്റെ അടുത്ത്, എല്ലാം സറണ്ടർ ചെയ്യുക ഭഗവാനോട്. അതായത് ഭഗവാനെ എനിക്ക് നേർവഴി കാണിച്ചു തരൂ, എൻ്റെ പാത എനിക്ക് കാണിച്ചു തരൂ എന്ന് ഭഗവാനോടായിട്ട് പറയാം. ആ ഒരു സറണ്ടറിങ് എന്ന് പറയുന്ന ആ ഒരു ഫേസിനെയാണ് നമുക്ക് ആഞ്ജനേയ സ്വാമി അതായത് ഹനുമാൻ സ്വാമി നമുക്ക് കാണിച്ചു തരുന്നത്. ഓം
ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഇതാണ് രാമഗായത്രി. രാമഗായത്രിയിലൂടെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആരാധിക്കുന്ന സമയത്ത് വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയും വളരെ വലിയൊരു ശക്തിയും ഭഗവാന്റെ സംപ്രീതിയും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത്രയുമാണ് രാമ അവതാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇനിയും അനേകം കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ എല്ലാം ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എൻ്റെ ഈ വീഡിയോ ഞാൻ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീരാം, ജയ ശ്രീരാധേ രാധേ.